It happens only in India. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. പുതിയ പ്രസിഡന്റ് പ്രണബ് മുഖർജിക്ക് വേണ്ടിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയ പാട്ട് നോക്കി ഏകദേശം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ പാട്ടേ കിട്ടിയുള്ളൂ. പ്രമദ ആൻഡ് പ്രണബ്ദ. കുഴപ്പമില്ല അല്ലെ? ഗുഡ് മോർണിംഗ് സ്വീറ്റ് ഹാർട്സ്. പുതിയ പ്രസിഡന്റിനെ കിട്ടിയ കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഒന്നുകൂടി ഒരു റീക്യാപ്പ് നടത്താൻ പോകാണ് നമ്മൾ എന്ന് വെച്ചാൽ യുവർ ആർജെ ദോസ് പൂജ, എന്റെ കൂടെ ശബ്ദ സപ്പോർട്ടുമായി യെൽഡോ ഫ്രം മുളന്തുരുത്തി, പ്രൊഡ്യൂസർ പാറുക്കുട്ടി, പിന്നെ നിങ്ങളും. ഓൾറൈറ്റ്, then welcome to It Happens Only in India, which happens only on Club FM. Ton കണക്കിന് ഫൺ. It happens only in India. നമ്പറുകളിലെ ഏറ്റവും ഭാഗ്യമുള്ള നമ്പറുകൾ 7, 9 ഇതൊക്കെയാണെങ്കിൽ 13 ഏറ്റവും ഭാഗ്യദോഷിയായ നമ്പറാണ്. അല്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യസ് ന്യൂ പ്രസിഡന്റ് പ്രണബ് മുഖർജി അത് സമ്മതിക്കില്ല കേട്ടോ. ക്യൂങ്കി 13 എന്ന നമ്പറിന് പ്രണബ് മുഖർജിയുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രണബ് മുഖർജി ധനമന്ത്രി ആയിരുന്നപ്പോ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ നമ്പർ വാസ് റൂം നമ്പർ 13. ഹി ഗോട്ട് മാരിഡ് ഓൺ ജൂലൈ 13. അദ്ദേഹത്തിന്റെ ഹൗസ് നമ്പർ ഇസ് 13. പ്രസിഡന്റ് സാറിന്റെ പ്രായം 76. ഇപ്പോ പ്രണബ് മുഖർജി ഇന്ത്യയുടെ 13ാമത്തെ പ്രസിഡന്റ്. എപ്പടി? ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുപ്പത്. വിത്ത് മീ യുവർ ആർജെ ഫ്രണ്ട് പൂജ, ഓൺലി ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. സ്റ്റേ ട്യൂൺ. It happens only in India. Which happens only on Club FM. ടൺ കണക്കിന് ഫൺ. പുതിയ പ്രസിഡന്റിനെ കിട്ടിയപ്പോ നമ്മുടെ പഴയ പ്രസിഡന്റിനെ മറന്നു പോകാൻ പാടില്ലല്ലോ അല്ലെ? ഇല്ല. അതുകൊണ്ട് ഇന്ന് ഇപ്പോ ക്ലബ് എഫ്എമ്മിലെ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിലൂടെ നമുക്ക് സ്മരിക്കാം ശ്രീമതി പ്രതിഭ പാട്ടീൽജിയെ. അതേലോ, വിട പറയുകയാണ്. 303 ഏക്കറിൽ പരന്ന് വിശാലമായി കിടക്കുന്ന രാഷ്ട്രപതി മന്ദിരത്തിനോട്, 340 മുറികളുള്ള ഈ മന്ദിരത്തിനോട് വിട പറഞ്ഞ് പ്രതിഭാജി പോകുകയാണ് തന്റെ പുതിയ 4 ബെഡ്റൂം വസതിയിലേക്ക്. വീട് നല്ല വീടായിരിക്കണം. ബെഡ്റൂം ഒന്ന് പോരല്ലേ? രണ്ടുപേരായിക്കോട്ടെ. പിന്നെ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാൻ നല്ലൊരു ഹാള് അത് വേണം. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആവണം. പൂജാമുറിയോ? പൂജാമുറി ആയിക്കോട്ടെ. വീടിന്റെ മുൻവശം കാണാൻ ഒരു ചേല് വേണം. നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിടാനുള്ള സ്ഥലവും. ഇപ്പൊ എല്ലാ സൗകര്യം ഉള്ളൊരു വീട് വേണം അർത്ഥം. അത് തന്നെ. ഈ 5 കൊല്ലം പ്രതിഭ പാട്ടിൽ ആസ് എ പ്രസിഡന്റ് എന്ത് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യന് എനിക്ക് ഇപ്പോഴാണ് ആൻസർ കിട്ടിയത്. 303 ഏക്കറിലുള്ള രാഷ്ട്രപതി ഭവൻ ചുറ്റിക്കാണാൻ എടുത്തു കാണും 1 കൊല്ലം. പിന്നെ 340 മുറികളിൽ കയറി ഇറങ്ങാൻ തന്നെ എടുത്തു കാണും 2 കൊല്ലം. ബാക്കിയുള്ളത് പിന്നെ ഫോറിൻ കൺട്രീസിൽ പോകേണ്ടി വന്നല്ലോ. It happens only in India. It happens only in India. പോകാൻ എന്തായിരുന്നു തിടുക്കം, പോയി കഴിഞ്ഞപ്പോഴോ ഇരിക്കാൻ എന്താ ഒരു ബുദ്ധിമുട്ട്. അയ്യേ, മൂലക്കുരു അല്ല വിഷയം. വോട്ട് ചെയ്ത് ജയിപ്പിച്ച് പാർലമെന്റിലോട്ട് വിട്ട നമ്മുടെ MP-മാർക്ക് പാർലമെന്റിൽ ഇരിക്കാൻ എന്താ ഇത്ര മടി എന്ന് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ അതിന്റെ റീസൺ ഇക്കഴിഞ്ഞ ദിവസമല്ലേ മനസ്സിലായത്. ഇരിക്കുന്ന കെട്ടിടം എപ്പോ വേണേലും ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലോട്ട് വീഴാം എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ പിന്നെ മനസമാധാനത്തോടെ എപ്പടി ഉക്കാര മുടിയും? നമ്മുടെ പല പൊളിറ്റീഷ്യൻസിന്റെ പ്രായം പോലെ തന്നെ കെട്ടിടം, അതായത് നമ്മുടെ പാർലമെന്റ് കെട്ടിടത്തിന് ജരാനരകൾ ബാധിച്ചിരിക്കുകയാണ്. പോരാത്തതിന് തൂണുകൾക്ക് ഓസ്റ്റിയോപൊറോസിസും. ചികിത്സ ഉടനെ തുടങ്ങിയില്ലെങ്കിൽ ഉടനെ വീഴാൻ സാധ്യത കൂടുതലാണ്. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. കേട്ടുകൊണ്ടിരുപ്പത് ക്ലബ് FM വിത്ത് യുവർ ആർജെ ദോസ് പൂജ. ഇവിടെയുണ്ട് ടൺ കണക്കിന് ഫൺ.